ഹലോ ഗൈസ്, ബാക്ക് ടു മൈ ചാനൽ അഭിനവ്. ഗൈസ്, ഞങ്ങൾ വീണ്ടും ഭയങ്കര ആ പഴയ എപ്പിസോഡ് തന്നെയാണ് ഇപ്പോൾ ഇട്ടേക്കുന്നത് തന്നെ. ആ എപ്പിസോഡ് ഞാൻ കുറേ ആഡ്സും ഒക്കെ ഉണ്ടാക്കിയായിരുന്നു. പിന്നെ ഒന്നുമില്ല. പിന്നെ ഇങ്ങനെയൊക്കെ ഈ വില്ലേജ് കണ്ടുപിടിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടുപിടിച്ച് എന്തോ ആയി. ആരും എന്നെ അടിക്കുന്നു കേട്ടോ. മറ്റേ തോണ്ട് അവനെ കണ്ടുപിടിച്ചു കേട്ടോ. പിന്നെ ഞാൻ എന്തോ ചെയ്യും, അങ്ങോട്ട് പോവാം. എന്തായാലും ഇവന്മാരെയൊക്കെ നല്ല ഇവന്മാരെയൊക്കെ ഒളിച്ചിരുന്നൊക്കെ അടിക്കുന്നത്. ഇനി അങ്ങോട്ട് പോകണമെന്ന് വിചാരിച്ചാൽ പോലും പോകാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ എന്തോ ചെയ്യും? അങ്ങനെ പോകണോ അതോ ഇങ്ങനെ തന്നെ പോകണോ? ചാടി പോവാം. തോണ ചത്തോ ഇല്ലയോ? പോയി ഹാക്കായി. ഞാൻ പേടിച്ച് പോയി. ഹാക്കായിന്ന് തോന്നി, പക്ഷെ ഹാക്ക് തന്നെ ആയി. അതന്നെയാണ്. അതുകൊണ്ട് അവിടെ നമുക്ക് മേളിലോട്ട് കാണുമെന്ന് ആഗ്രഹമുണ്ട്. ഇതങ്ങ് പൊളിച്ചിട്ട് ഭയങ്കര ലാഗ് ഗൈസ്. ഇതെടുക്കാം. പക്ഷെ നമുക്ക് സൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. കുറേ ഇതൊക്കെയുണ്ട്. ആദ്യം നമ്മളിതൊക്കെ മൈൻ ചെയ്തെടുക്കാം. ഇത് കുറേ കിട്ടും ഗൈസ്. ഇതിൽ നമുക്ക് ഉണ്ടാക്കാം, എന്ത് വേണം ഉണ്ടാക്കാം. നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ ചുമ്മാ പറയാൻ കേട്ടോ. പിന്നെ പറയാൻ പിക്കാച്ചും ഉണ്ടാക്കി ഗൈസ്. വില്ലേജറൊക്കെ പോട്ടെ അങ്ങോട്ട്. ഇത് അതിങ്ങനല്ല അല്ലേ, മറ്റേ സാധനം ഇങ്ങനല്ല ഉണ്ടാക്കണ്ടേ. എന്തായാലും ഇപ്പം നോക്കിയാലോ ഇതിങ്ങനെ തന്നെയാണോ അതോ ഇതിങ്ങനല്ല. എനിക്ക് തോന്നിയതുപോലെ പറഞ്ഞതാണ്. ഇങ്ങനല്ല, നമുക്ക് ഇതെടുത്ത് കൈ വെച്ചിട്ടാണെങ്കിൽ ഇതങ്ങ് താഴെ ഇടാം. ലാഗ്. ഇതെടുത്ത് താഴെ ഇടാം. അതേ നോക്കാം. കത്തിക്കുന്ന സാധനമാണ് ഗൈസ്. അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. പേരെന്തോ അതിനിയും വേണമെന്ന്. ഇനിയും സ്റ്റോൺ വേണം. അപ്പം സ്റ്റോൺ പെറുക്കാൻ ദിസ് ഈസ് എൻട്രി ഓഫ്. സ്റ്റോൺ പെറുക്കാൻ വേണ്ടി നമ്മൾ സ്റ്റോണിൽ അങ്ങ് കുത്തുന്നു. കിട്ടി. 13 കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ വന്നില്ലെങ്കിൽ വന്നില്ല, അത്രയേ ഉള്ളേ. കിട്ടി. അതന്നെ. ഇവിടെ കൊണ്ട് വെക്കാം. അപ്പുറത്ത് അവിടെ വെക്കാം. അതാണ് നല്ലത്. പിന്നെ ഒരു വരിയില്ല. സ്റ്റിക്കും കാര്യങ്ങളൊക്കെ വെച്ചേ പറ്റത്തുള്ളൂ. കത്തി ഓട്. ഈ സ്ഥലമാണെന്ന് തോന്നുന്നേ. ഈ സ്ഥലമല്ല, മരം വെട്ടാനാണ് സത്യം പറഞ്ഞാൽ വന്നത്. നമ്മൾ സ്റ്റിക്ക് ഉണ്ടാക്കിയാലേ പണിയൊക്കെ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് പരിപാടിയൊക്കെ ഇനിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം സ്റ്റിക്ക് ഉണ്ടാക്കാനുള്ള പണി നോക്കാം. സ്റ്റിക്ക് ഉണ്ടാക്കി സ്റ്റിക്ക് ഇനി ഉണ്ടാക്കണം. സ്റ്റിക്ക് ഉണ്ടാക്കാൻ തടി തടി ഇങ്ങനെയല്ല വെക്കണ്ട. ഇങ്ങനെ വെച്ചിട്ട് ഈ 2 തടിയായിട്ട് വെക്കണം. അതുകൊണ്ട് വില്ലേജർ 2 തടി വെച്ചിട്ടുണ്ട്. സ്റ്റിക്ക് കിട്ടി. ഇത് ബാക്കിയുള്ളതൊക്കെ കൈ വെക്കാം. ഇനി നമുക്ക് ഇതിന് സ്റ്റിക്ക് അങ്ങോട്ട് വെക്കുവാണേ വരത്തുള്ളൂ. കുറച്ച് കിട്ടി. അപ്പം അത് കൈ വെച്ചിട്ടുണ്ട്. ചെറിയ ഉപകാരമില്ല. ഉപകാരമൊന്നും ഉണ്ട്. അത് വെച്ചതുകൊണ്ട് ഇവരൊക്കെ എന്നെ നോക്കുന്നുണ്ട്. കൊള്ളാൻ ഇവനെ കൊന്നാലോ. സ്റ്റക്ക് ഇടയ്ക്ക് വെച്ചങ്ങ് സ്റ്റക്ക് അടിക്കുക ഗൈസ്. അതാ കിട്ടി. ഇവനങ്ങ് കൊല്ലല്ലേ. ഇവൻ്റെ കയ്യിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട്. നീ സോംബിയെ കൊല്ലണം എന്തൊക്കെയാളാ പണി. നമുക്ക് ഇവനെ അങ്ങ് തീർക്കാം. അതാണ് നല്ലതിപ്പം. ചത്ത് വീണത് വേണ്ടാ. സ്റ്റക്ക് ഇതുപോലെ കുറേ വട്ടം സ്റ്റക്ക് അടിക്കും. നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തോ വീഡിയോ ഇടേണ്ടതെന്ന് വെച്ചാൽ ഞാനതിടാം. ഇഷ്ടമുള്ള വീഡിയോ ഞാൻ ഇടും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പറയണം. എനിക്കറിയത്തില്ല. അടുത്ത ലാഗ്
ഇഷ്ടമുള്ള വീഡിയോ തന്നെ പറഞ്ഞേക്കണം ഗൈസ്. നിങ്ങൾക്ക് ഏതാ വേണ്ടത്, ഏത് ഗെയിമിങ് ഇതൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാലേ പറ്റത്തുള്ളൂ ഗൈസ്. അതുകൊണ്ടാണ് പ്ലീസ് ചെയ്യണം ഗൈസ്. എന്നോട് കമൻറ്റ് ഇട്ടാൽ മതി, ഏതാ ഗെയിം കാര്യങ്ങളൊക്കെ ഏതാന്ന് വീഡിയോ കാണുന്നവർ ഇട്ടാൽ മതി. മേളിലെത്തി ഓണ്ട മേളിൽ വില്ലേജ്. അവൻ അടിച്ചു നോക്കിയല്ലോ, അടിക്കാൻ പറ്റുമോ അവനെ? അടിക്കാൻ പറ്റും. ഓ പറ്റുന്നില്ലല്ലോ. അടിച്ചടിച്ചടിച്ച് നമുക്ക് ആ വീടങ്ങ് പൊളിച്ചാൽ പോലെ, വെറുതെ എന്തിനാ ഓണ്ടേ. ഇത് വിളിക്കാവേ. ഇത് തന്നെ വേണ്ട, ഞാൻ പൊളിച്ച ചെസ്റ്റ് തന്നെ കൈ കിട്ടി. സഞ്ചി എടുക്കണം. സഞ്ചി വേണം, സഞ്ചി മാത്രം മതി. അപ്പം എൻ്റെ കയ്യിൽ ഇതൊന്നും വേണ്ട. അതിനെ പോയി കിട്ടി. സഞ്ചി കിട്ടൊരു വുഡും കിട്ടി, നല്ല കാര്യമല്ലേ. വീട് നമ്മൾ തല്ലി തുറന്ന് കഥവ് തുറന്ന് പയ്യെ കയറുന്നേക്കാൾ നല്ലതാണ് പൊളിച്ചോണ്ട് കയറുന്നത്. നിങ്ങൾ അതൊന്നും സെബറിയോ? അത് ഈ സാധനം വേണ്ട. വേണ്ട പോന്നു. എനിക്ക് ഈ വില്ലേജിൽ തീരെ ഇഷ്ടം. ഈ അയങ്കോലമൊക്കെ എന്ത് ചെയ്യും? ഞാൻ കണ്ടില്ലല്ലോ ഇവനെ. അതോ ഞാൻ കൊന്നു കാണുമോ? കൊന്നൊന്നുമില്ല. എൻ്റെ 5 അയൺ ഉണ്ടായിരുന്നു. നേരത്തെ അയനായെന്ന് തോന്നുന്നു. അയൺ ഇച്ചിരി കഴിക്കാൻ ഫുഡ് വേണം. ഫുഡില്ല, ഇച്ചിരി കഴിക്കാം. അതുകൊണ്ട് തക്കാളിയും ഉള്ളിവടയൊക്കെ ഉണ്ട്. അതൊക്കെ ചേർത്ത് ഇങ്ങനെ ഇല്ല മാറ്റി വെച്ചേക്കാം. അതുകൊണ്ട് ഉള്ളി അവിടെ കിടക്കുന്നു. ഉള്ളി അങ്ങ് വറുക്കാം. കുറച്ച് ഉള്ളി എടുത്താൽ വിത്തും വന്ന് ഇടയ്ക്ക് വെച്ച്. എനിക്ക് ഈ വിത്ത് കുറേ കിട്ടും, അലമ്പാണ്. ആ വിത്തിൽ പകുതി വരുന്നതല്ല ഈ വില്ലേജർ. ഇപ്പം നമ്മൾ അടുത്ത് നിൽക്കുക എന്ന് വെച്ചാൽ അവന്മാർ കയറിയും വരും. അതിന് മുമ്പത്തെ നമ്മൾ പറിച്ചില്ലെങ്കിൽ അവന്മാർ അടിച്ചുകൊണ്ട് പോകും. ഇത് വിളഞ്ഞിരിക്കുന്ന സമയം അവന്മാർ കയറി വരും. അവൻ്റെ അപ്പൂപ്പം പണിഞ്ഞ പോലെ അവന്മാർ വിചാരിച്ചേക്കും. ഇപ്പം ഇത് വിത്ത് നടാം. വരിയില്ല, അത് പറഞ്ഞേക്കാം. ഇനി എന്തോ ചെയ്യാനാ? തിന്നണം. തിന്നിട്ട് ഉറങ്ങണം. ഇത് തിന്നാമേ വരാം. ഞാൻ ചത്തുന്നു. എനിക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾ ലൈക്ക് ചെയ്ത് കളയുക. നിങ്ങൾ ലൈക്ക് ചെയ്യാതെ കുറേ പേര് പോകുന്നുണ്ട്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. മുയലിനെ അടിക്കാൻ പറ്റുമോ? മുയലങ്ങ് സ്പീഡാണ്, ഭയങ്കര സ്പീഡാണ്. എനിക്ക് ഇതിൻ്റെ കണ്ണ് കാണിച്ച് പേടിച്ച് കേട്ടോ. അല്ല, ഗെയിമിൽ അങ്ങനെയൊക്കെയാ. ഞങ്ങൾ കൊല്ലാനും പാടാണ്. ഈ ചെറുക്കനെ കൊല്ലാൻ ഭയങ്കര പാടാണ്. ഇയാളങ്ങ് ഓടും. ഇല്ല നമുക്കിവിടെ ഒരു കേവ് എന്തെങ്കിലും ഗുഹ ഉണ്ടാക്കി അതിനകത്ത് കയറി അങ്ങ് ഇരിക്കാം. നല്ല ഐഡിയ വെച്ചാണ് ഞാൻ കയറുന്നത്. പക്ഷേ യാത്രയാവറായിന്ന് തോന്നുന്നു. എനിക്കറിയത്തില്ല. ഇപ്പം നമുക്ക് പൊളിച്ച് പകുതി വർക്കിങ്ങിന് തീർക്കണം. എന്ന് വെച്ചാൽ എനിക്ക് കോള് വേണം, കാര്യങ്ങളൊക്കെ വന്നാലേ നമുക്ക് മൈനിങ്ങിനും കാര്യങ്ങളൊക്കെ പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ കോളും അത്യാവശ്യമാണ്. കോളിങ്ങനെ വലിച്ച്, അതാണ് ഞാൻ പറയാൻ വന്നത്. ഈ വീട്ടിൽ പൂവൊക്കെ ഗൈസ്, ഇതിൽ കുറച്ച് സാധനങ്ങൾ നമ്മൾ വ്യത്യാസമായിട്ട് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ വീടും പുതിയതൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ വില്ലേജർ പണിഞ്ഞാന്ന് പറയത്തില്ല. നമ്മളല്ലേ ഈ നമ്മളെ പുതിയ പ്ലെയേഴ്സ് വന്ന് പണിയുന്ന പോലെ ഒരു സ്ഥലമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഗൈസ്. അതുപോലെ ഒരു പൂ ഇട്ട് വെച്ചിരുന്ന് പിന്നെ അടുത്ത സ്ഥലം ഇവിടെ കണ്ടുണ്ട് കേട്ടോ. ഇവിടെ കാണാൻ സാധ്യതയുണ്ട്. ഞാൻ എന്നും കാണുന്നു. എൻ്റെ ഏത് മൈൻക്രാഫ്റ്റ് ഞാൻ കളിക്കാൻ നേരം ഇന്നും കാണും. വേറെ വീടിൽ പിന്നെ 2 നില 4 നില ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ വീഡിയോ ഇടാൻ മറന്നുപോയി. അപ്പോഴൊന്നും എനിക്ക് യൂട്യൂബ് ചാനലൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ നോക്കിയിട്ട് ഞാൻ പറയാം എങ്ങനെയൊക്കെയാണ്. ഉണ്ടെന്ന് ഞാൻ പറയാം, കള്ളം പറയത്തൊന്നുമില്ല. ഇത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ എന്തായാലും ഉണ്ടാക്കി, എനിക്ക് ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ 4 വീടുണ്ടാക്കാനല്ലേ ഞാനിരിക്കുന്നത്. പിന്നെ വിശപ്പാണ് ഗൈസ്, ഭയങ്കര വിശപ്പാണ്. കഴിച്ച് തടി വെക്കും. എനിക്കിതിനെ കാണുമ്പോൾ ഹാർട്ട് പോലെ ഉണ്ട്. പക്ഷെ എനിക്ക് അതിൻ്റെ രുചി അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. കരടി അടിക്കുന്നു, ഓടുന്നു, ചാടുന്നു, പറക്കുന്നു. ഈ കരടിക്ക് ഫിഷ് കിട്ടും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവനെ അടിക്കുന്നത്. ഇപ്പം കയറി വരുവേ. കണ്ടോ, ഇവന് എന്നും ഉള്ളതാണ്. ചാടിത്തുള്ളി കയറി വരും, ഒരു കടിയും കൊള്ളും. പക്ഷെ ഇത് എന്നെ എത്ര വട്ടം കൊന്നിട്ടറിയാം. ഞാൻ കുറച്ച് നാൾ മുമ്പേ ഇത് വെച്ച് കളിക്കാൻ നേരത്തെ എൻ്റെ ഈ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇവനെ വെട്ടാൻ പോയതാണ്. വെട്ടാകുമ്പോൾ മറ്റേ മറ്റേ മരത്തിൻ്റെ വാളായിരുന്നു എൻ്റെ കയ്യിലുള്ള.
സ്റ്റിക്ക് സ്റ്റോളായിരുന്നു എൻ്റെ കയ്യിലുള്ളത്. അതുകൊണ്ട് തന്നെ കൊല്ലാൻ പറ്റിയില്ല. പക്ഷെ അവൻ എന്നെ കൊന്ന, ഞാൻ അവനെ കൊന്നില്ല. പിന്നെ ഞാൻ എന്തോ ചെയ്യാനാ, ഞാനങ്ങ് പേടിച്ചു പോയി. പിന്നെ തൊട്ട് ഞാനങ്ങ് പേടിക്കുക. പക്ഷെ ഞാൻ ഒരു വട്ടം കൊന്നായിരുന്നു. പിന്നെ ഒരു വേൾഡിൽ ഞാൻ കയറി അവനെ അങ്ങ് കൊന്നു തീർത്ത്. അതിപ്പോൾ എൻ്റെ ഐഡിയ. അവനെ തീർക്കുവാണെങ്കിൽ ഒരു ഫിഷ് കിട്ടും, 2 ഫിഷ് കിട്ടുമെന്ന് പറഞ്ഞ് ഇരുന്നേ. ഞാൻ കഴിച്ച് കുറേ എൻ്റെ മറ്റേ ശരിക്കും പറഞ്ഞാൽ കരടിയൊക്കെ ഹണിയല്ലേ കഴിക്കുന്നത്. ഹണി കിട്ടുമെന്നും പറഞ്ഞുകൊണ്ടാണ് കൊന്നത്. ആരുമില്ല, ഹണിയും കുണിയൊന്നും അല്ല കിട്ടുന്നത്. അതുകൊണ്ട് ലാഗ് വീണ്ടും അതൊക്കെ അടച്ചേക്കാം. ഓ ഏതാ സ്ഥലം കൊള്ളാല്ലേ. ഈ സ്ഥലം ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ചാടിത്തുള്ളി കളിക്കുന്ന കൊച്ചുരാമൻ. നമുക്ക് അങ്ങോട്ടൊന്നും പോയല്ല, അങ്ങോട്ട് പോകണമെന്നില്ല ആഗ്രഹം. നമുക്ക് തോണ്ടര് ഇവൻ കള്ളനാ. ഇവൻ്റെ പച്ചക്കണ്ണൻ കൊണ്ട് എന്നെ നോക്കുന്നു. പച്ചക്കണ്ണൻ, കണ്ണ് കാണാത്ത കണ്ണാ. ഞാൻ തുറന്നേന്ന് തോന്നുന്നു. ഇതൊക്കെ ഞാൻ തുറന്നതാ. ഇച്ചിരി അങ്ങോട്ട് മില്യൺ ഇയർസ് ഓൾഡിലോട്ട് പോകേണ്ട സമയമാണ്. പോണ്ടേ. കിഴങ്ങ്, പക്കാവട എല്ലാം ഉണ്ട് ഗൈസ്. സൂപ്പ് കിട്ടി. സൂപ്പ് കുടിക്കുക. റെഡ് സൂപ്പാണ്. ചോരയായിരിക്കും, സൂക്ഷിച്ച് കുടിക്കണം ഗൈസ്. പക്ഷെ എനിക്ക് കുടിക്കാൻ തോന്നുവാണ്, ഞാനങ്ങ് കുടിക്കും ഗൈസ്. എനിക്ക് ഇഷ്ടമാണ് കേട്ടാ അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ. അതെന്തുവാ ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഇതുപോലെ കുറേ വീഡിയോ ഉണ്ട്. ഇഷ്ടം പോലെ വീഡിയോ കാണും. ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ അറ്റത്തും മേളിലും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കിടിലൻ വീടായിരിക്കും. ഞാൻ കാണിച്ചുതരാം. ഡോറും ഇല്ല, ഇതൊന്നും ഇല്ല. കണ്ടോ, ഷീറ്റൊക്കെ ഇട്ടുകൊണ്ട് സാധനം വെച്ചേക്കുന്നുണ്ടോ. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്ക് പേടിയാവുന്നു ഗൈസ്. പിന്നെ ഒരു കാര്യങ്ങളുണ്ട്, ഈ സമയത്ത് ഭയങ്കര പേടിപ്പെടുത്തുവാണ് മൈൻക്രാഫ്റ്റ് എന്ന് വെച്ചാൽ. പക്ഷേ നേരത്തെക്കാളും നല്ല മൈൻക്രാഫ്റ്റ് തന്നെയാണ് ഇത്. മൈൻക്രാഫ്റ്റ് നേരത്തെ നൈസായിരുന്നു, ഇപ്പോഴും നൈസാണ്. പക്ഷേ ഇതിൽ ഇപ്പോൾ എന്തൊക്കെയോ വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ അപ്ഡേറ്റിൽ എന്തൊക്കെയോ ആയിട്ടുണ്ട്. കുറച്ച് സാധനങ്ങളൊക്കെ ഇപ്പം നിങ്ങൾ അറിയാമായിരിക്കും. കുറച്ച് സൗണ്ട്സൊക്കെ കേൾക്കും. നമ്മൾ ഗുഹയിലും ഒക്കെ പോകുമ്പോൾ സൗണ്ട് കേൾക്കത്തില്ലേ, ആ സൗണ്ട് എന്തോ ഒരു ജീവിയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ വിശ്വസിക്കുക. സത്യമാണ്, ഒരു ജീവിയാണ് ഉണ്ടാക്കിയത്. ഇതാരാ ഉണ്ടാക്കിയതെന്ന് എനിക്കറിയത്തില്ല, സത്യമെന്ന് പറയാം. ഞാൻ ഉണ്ടാക്കിയതൊന്നുമല്ല. എന്തായാലും ഈ സാധനം എടുക്കാം. എടുത്ത് കാര്യമൊന്നുമില്ല, ചുമ്മാ ഒരു രസം സാമ്പാറൊക്കെ വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. രസം കുടിക്കാം. രസം കുടിച്ച് എടുത്ത് ഈ പാത്രമൊക്കെ വെച്ച് എന്തോ കാണിക്കാനാണ്. ഈ പാത്രവും ഇതൊക്കെ വെച്ച് കാട്ടിലോട്ട് ഗുഹ കിട്ടി. എനിക്ക് ഗുഹ കിട്ടി. ഗുഹ കണ്ടുപിടിച്ച് ഈ ഗുഹയിന് എത്ര ദൂരം വരെ ഉണ്ട്? 1/2 കിലോമീറ്റർ പോലും. അയൻ എൻ്റെ മുത്തയൻ. എനിക്ക് അയൻ ഭയങ്കര ഇഷ്ടമാണ്. അയൻ തിന്നാൻ ഒരാഗ്രഹമായിരുന്നു കൊച്ചുനാളിൽ. ആഗ്രഹം സാധിച്ച്. ഞാൻ അങ്ങോട്ട് പോവാം. ദേരിയാ ഇതാ. കോള് ഇവിടെ വെച്ചാ എനിക്കങ്ങ് പേടിയാവുന്നു. എൻ്റെ കോള് മാത്രമേ ഉള്ളൂ. എനിക്ക് കണ്ടോ ഗൈസ്, നിങ്ങൾ അവിടെ ഒരു വെളിച്ചം കാണുന്നത്. ടോർച്ച് വെച്ചുമായിരുന്നു. ഞാൻ പേടിച്ചു പോയി കേട്ടോ. ഈ സാധനം വെളിച്ച് കിട്ടേണ്ടത് കിട്ടുമ്പം നടക്കാൻ വരുന്ന പോലെയാണിത്. ഇവിടെ വരെ ഉള്ളൂ. ആടിച്ച് അങ്ങോട്ട് കുടിച്ച് അങ്ങോട്ട് പോകുന്നു. ഇതെടുക്കുക. കുറച്ച് ഉപകാരം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇതങ്ങ് എടുത്ത് വാരി. നമുക്ക് നല്ല ഉപകാരമായതുകൊണ്ട് തന്നെ നമ്മളതങ്ങ് വാരി പുറത്തോട്ട് പോവാം. കുരി ഇതൊരു സൗണ്ട് കേട്ടല്ലോ. ഇതൊരു സൗണ്ട് കേട്ടു ഗൈസ്. എനിക്ക് പേടിയാന്ന് ഓട്. മേ ഒരു സൗണ്ട് ഞാൻ കേട്ട്. പക്ഷെ നിങ്ങൾ കേട്ട് കാണുമായിരിക്കും. ഞാൻ ഒരു സൗണ്ട് കേട്ടായിരുന്നു. എനിക്ക് പേടിയാന്ന് കഴിച്ചാൽ എനിക്ക് പേടിയാ പോവാ. മുമ്പേ ഒരു ഡോഗ് കണ്ടില്ലേ അവിടെ വെച്ച്. ആ ഡോഗിനെ നമുക്ക് ഫ്രണ്ടാക്കിയല്ലോ എന്തായാലും കൂടെ. നമ്മളെ ആരും കൊല്ലാൻ വരുവാണെങ്കിൽ നൈസായിട്ട് അങ്ങ് പിടിച്ച്. അവനെന്ത് അവിടെ ആയിരിക്കുമോ? അവിടെയും അല്ല ഇവിടെയും അല്ല. ഇവൻ എവിടെ പോയേക്കുവോ? മുമ്പേ വരെ എൻ്റെ കാലിൻ്റെ അവിടെ തോണ്ട് ചെറുക്കനങ്ങ് ഓടുവാ. മുമ്പേ ഞാൻ സൗണ്ട് ഉണ്ടാക്കിയതല്ലേ അവിടെ അവൻ വന്നേക്കുന്നത്. എന്നെ കാണാൻ ക്യൂട്ടായിട്ടുണ്ട്. ഇല്ലേ ഇവനങ്ങ് എടുക്കാം. അവൻ ഫ്രണ്ടായി. വാ മോനെ കയറി വാ.
നീ ഇനി എൻ്റെ വീട് കാണാൻ പോകുന്നേ ഉള്ളൂ. ചാടാനും പറ്റുന്നില്ല, ഓടാനും പറ്റുന്നില്ല. അവരിവിടെ പോകും. ഈ ചെറുക്കൻ വരുന്നുണ്ടോ ദൈവത്തിനറിയാം. വാ വാ മൊത്തേ. ചങ്കന്തിയെ ചങ്ക് തേണ്ടേ. നീ ഞാൻ പറഞ്ഞ എല്ലാം കേൾക്കുമോ? കേൾക്കുവാണെങ്കിൽ വീട്ടിൽ വന്നാൽ മതി. ഇനി നിന്നെ അവിടെ കൊന്ന് കറി വെക്കും. എന്നെ അറിയാത്തതുകൊണ്ട് ഞാൻ ആരാ എന്താണെന്നൊന്നും അറിയാതെ എൻ്റെ അടുത്തൊന്നും പറയില്ല കേട്ടോ. ആർട്സ് കണ്ടോ? ആർട്സ് ചിന്നെ വെട്ടും. ഞാൻ പറഞ്ഞെല്ലാം കേട്ടോളാം. വാ. ഓ ഭാഗ്യത്തിന് വെള്ളമില്ലാത്ത വെള്ളത്തിൽ ചടിയാനിപ്പോൾ. ഇറക്കാൻ ഇങ്ങോട്ട് വാള. അതുകൊണ്ടാ ചെറുക്കൻ അങ്ങ് ലാഗടിച്ചാ വയ്യ വരുന്നത്. ഉണ്ടേ ഒരു പ്രത്യേകതയുണ്ട്. ഇവര് പറക്കാൻ പറ്റും കേട്ടോ. പക്ഷേ ക്രിയേറ്റ് ആകുമ്പോൾ നമ്മൾ പറക്കുവാണേലേ അവനും കൂടെ പറക്കും. അങ്ങനെ ഇപ്പം അറിയത്തില്ല. പണ്ടത്തെ മൈൻക്രാഫ്റ്റിലൊക്കെ അങ്ങനെയായിരുന്നു. ഇപ്പം എങ്ങനെയാ ഇങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. അപ്പം പണ്ടത്തെ ഇപ്പോഴത്തെ മൈൻക്രാഫ്റ്റും വേദവേദയായതുകൊണ്ട് തന്നെ നമുക്കറിയില്ല. നിങ്ങൾ ആ മറ്റേ സ്ഥലം കണ്ടു കാണും. ഏതന്നെ താഴെ വീഴുവാണെങ്കിൽ എല്ലാം തീരും ഗൈസ്. അതിന് മുമ്പ് തന്നെ ഞാൻ അങ്ങോട്ടൊന്ന് ഓടട്ടെ. ഓടി ഓടി ഒരു സ്ഥലത്തെത്തി. അങ്ങനെ പക്ഷേ കാര്യമില്ലാതായി. അതേടെ ചെറുക്കാൻ നിനക്ക് ഇനി ഞാൻ എന്തോ തരണം. നിനക്ക് എന്തോ തരും? ഫിഷ് നീ തിന്നുവോടാ? ഫിഷ് നീ തിന്നു ചെറുക്കാ? നീ ഫിഷ് തിന്നുന്ന ആളാന്നൊക്കെയാണല്ലോ പറഞ്ഞേ. ഫിഷ് തിന്നത്തില്ല ഈ ചെറുക്ക. ഫിഷ് എന്ന് പറഞ്ഞ സാധനം കഴിക്കുന്നില്ല. ഈ പൂച്ചയ്ക്ക് കൊടുത്താലേ പൂച്ച തിന്നു. പൂച്ച ഓടുന്നു. ഞാനെന്താ അവനെ കടിക്കാൻ വന്നതുപോലെ ഓടുന്നു. തിന്നുന്നുണ്ട്. അവൻ തിന്നുന്നുണ്ട്. ചെറുക്കാ ഇടികെട്ടടാ പിന്നെ. ലാഗടിപ്പിച്ചോണ്ടാണ് ആ ചെറുക്കം. അതാ ഞാൻ ഇവിടെ ഇരുത്തിയേക്കുവോ ചെറുക്കനെ. എണ്ണിക്കടാ. ഇവിടെത്തെ എണ്ണിക്കത്ത എണ്ണിച്ച്. നമുക്കൊരു കാര്യം ചെയ്തിനല്ലേ ഉണ്ടോ? ഓ ഇതിൽ കിഴങ്ങ്. ഓ കിഴങ്ങ് മാറ്. ഓ ഇനി ഒരു പണിയില്ല. ഇങ്ങനെ കിട്ടി. എന്ത് സാധനം കിട്ടി? നമുക്ക് ഫുഡ് കിട്ടി. താരയ്ക്ക് കൊന്നു വെച്ചൊക്കെ നമ്മളെ തിന്നുവാണ്. അല്ല നമ്മളുടെ കുട്ടനുണ്ടല്ലോ. എന്തിയവൻ? എനിക്ക് തോന്നുന്നു അവൻ ചത്തുന്നു. ഓണ്ട എൻ്റെ കുട്ടപ്പാ ഇവിടെ വാ. എൻ്റെ പേര് കുട്ടപ്പ നാട്ടാ. എനിക്ക് നിന്നെ ഫസ്റ്റ് കണ്ടപ്പോഴേ എനിക്ക് തോന്നുന്നു നിന്റെ കുട്ടപ്പ ഷിബു എന്ന് വേണം. കുട്ടപ്പ ഷിബു കേട്ടോ. അതാണ് നിന്റെ പേര് കേട്ടാ. നീ ഞാൻ പറയുന്ന എല്ലാ സ്ഥലത്തും പറഞ്ഞോളാം. അതുകൊണ്ടൊക്കെ ഇവനല്ലേ എനിക്ക് എന്നുള്ള പ്രശ്നമാണ്. ഈ എല്ലാം പരേതുപോലെ വരും. കൊന്നതിന് എല്ലാം തിരിച്ചു വരും. അതും അതേ സ്ഥലത്ത് തന്നെ. എന്തോ ലാഗടിപ്പിച്ച സാധനങ്ങൾ. ഇവിടെ ഒരു പൂച്ച ഉണ്ടായിരുന്നല്ലോ. പോയോ? പോയി കാണും. പച്ചക്കണ്ണൻ. ഈ പച്ചക്കണ്ണനെ പച്ചയാക്കി ഞാൻ അടിക്കുന്നത്. പച്ചക്കണ്ണൻ വെച്ചാ കളിക്കുന്നത് ചെറുക്കൻ. നമ്മുടെ പൂച്ചയെ അടിക്കുവാണെങ്കിൽ ഇവൻ അടിക്കില്ലേ? എന്നാൽ പിന്നെ ഇവനെ അടിച്ചു കൊല്ലത്തെ. ഇവനും ഭയങ്കര ഓട്ടമാണ് ഗൈസ്. വിചാരിക്കുന്ന പോലെ ഓട്ടമൊന്നുമല്ല. എന്തായാലും ഒരു നല്ല ഒരു സ്ഥലത്ത് വന്ന് ആ പട്ടി എന്തോ ഉണ്ട്. എന്നെ കാണുമ്പോൾ ചിരി വരുന്നുണ്ട്, കിണിക്കാനും വരുന്നുണ്ട്. അപ്പം ഇപ്പം കിണിക്കണ്ട ഗൈസ്. ശരി ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക. അവൻ്റെ കണ്ണിലെന്തോ കാണുന്നു വെച്ചാൽ നമ്മൾക്കും കാണാം. കണ്ണിലെന്തും കാണും. സിറ്റ് ചെയ്യിപ്പിക്കുക, നമ്മളിരിക്കുക, നമ്മൾ ലാഗ് പിടിക്കാതെ. ബൈ ഗൈസ്. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തല്ലേ സബ്സ്ക്രൈബ് ചെയ്യുക.